ശൈലി എന്താ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല. ഛേ, ഒന്ന് ഓർത്തു നോക്കൂ. പൂച്ചയുടെ കാര്യം വല്ലതും പറഞ്ഞു? പൂച്ച ഈ ആക്ഷൻ കണ്ടോ? ഈ ആക്ഷൻ എനിക്ക് പിടിക്കാത്തത്. നിപ്പ് കണ്ടില്ലേ? ഒരു വൃത്തികെട്ട ശൃംഗാരം. വൃത്തികെട്ടവൻ. മതി മതി, ഒന്നുകൂടെ വന്നേ. എന്താ എന്താണ് എന്റെ ഈ പ്രേമ? വാസവനോട് മാറിയെന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹോ, ഞാനായിട്ടൊന്നും തെറ്റിക്കില്ല. പച്ചവെള്ളം ചവച്ചേ കുടിക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയുള്ള ആർക്ക് ഈ രീതികളൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോടാ, പിഞ്ചു കുഞ്ഞല്ലേ. എല്ലാം പഠിച്ചു വരണം. അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റിയൊരാളിലുള്ള കയറി പിടിച്ചിരിക്കണത്. പ്രായം ഒത്തിരി ഏറിയാൽ എന്താ, വിസ്തരിച്ചുള്ള പഠിപ്പീരല്ലേ നടക്കണത്. ഇങ്ങനെ മൂടി വെച്ച് പറയാതെ തുറന്നു പറഞ്ഞാട്ടെ. തുറന്ന് ഞാൻ തന്നെ പറയണോ അല്ലേ? ഞാൻ പറയില്ല. ഇന്നലെ ഇവിടെ നടന്നതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോയതും ഞാനായിട്ട് പറയില്ല. അത് ഉറപ്പാ. ഇവിടെ ഇപ്പൊ എന്ത് നടന്നെന്നാ? അതെന്തിനാ ഞാൻ പറയണേ? ഞങ്ങളുടെ നാട്ടിൽ പോയി ചോദിക്ക്. ഞങ്ങളുടെ നാട്ടുഭാഷയിൽ അതിനൊരു പേര് പറയും. പ്രേമം. പ്രേമക്കൂത്ത്. പ്രേമോ? ആർക്ക്? ആരോട്? അത് മാത്രം ഞാൻ പറയില്ല. താനും ഞങ്ങളുടെ വാസൊന്നായി നടക്കുന്ന പ്രേമത്തിന്റെ കാര്യം എന്നോട് ചോദിക്കരുത്. അത് ഞാൻ പറയില്ല. എനിക്ക് വയ്യ. ഒന്നിങ്ങോട്ട് വന്നേ. അറിഞ്ഞോ, നമ്മൾ ഇന്നലെ ഇവിടുന്ന് സംസാരിച്ചില്ലേ? ഇന്ന് സംസാരിച്ചില്ലേ? നമ്മൾ എന്തെടുക്കായിരുന്നു വാസണ്ണ വിചാരിച്ചത്? നമ്മള് പ്രേമിക്കായിരുന്നു. ആ വാസണ്ണ നമ്മൾ തമ്മിൽ പൊരിഞ്ഞ പ്രേമാണത്ര. ആരത് പറഞ്ഞത്? ഈ സുന്ദര കില്ലാടി. എടാ, നീ ആകെക്കൂടെ ഒരു മടക്ക് കൂടേണ്ട അത്രേ ഉള്ളെങ്കിലും നിന്റെ നാക്കേന്ന് വീഴുന്നത് നാൽപ്പാമര സോപ്പിട്ട് കുളിച്ചാലും വാടപോകാത്ത വർത്താനങ്ങളാണല്ലോ. എടാ, എന്റെ മോളാകാൻ പോലും പ്രായമില്ലാത്ത ഈ കൊച്ചിന് എന്നെയും ചേർത്ത് എന്തെല്ലാം നാട്ടുകേസുകളാടാ നീ പറഞ്ഞുണ്ടാക്കിയത്. അങ്ങനെയൊന്നും ഇല്ലല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടടാ. എടാ നീ അങ്ങനെയൊക്കെ ഉണ്ടടാ. എന്താണ് ഉമ്മ വെച്ചു? അതല്ല, എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ ഉദ്ദേശിച്ചത് ഈ കുട്ടിയല്ല. പറഞ്ഞു വന്നപ്പോ ഈ കുട്ടിയായി പോയതാ. വാസന എന്റെ മാനം കളയരുത്.